ഈയിടെയായി കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചതും കമന്റിലൂടെ ആയിട്ടും പേഴ്സണലി ടെലിഫോണിലൂടെ ചോദിച്ചതും ആയ ചില ചോദ്യങ്ങളുണ്ട്. ഒരു എംപ്ലോയി റിലേഷനിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് HR ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഏതൊരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം, ഒരു എന്റർപ്രണർ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത്. ഒട്ടുമിക്ക കമ്പനികളിലും അവിടുത്തെ കൾച്ചറൽ പ്രശ്നം, അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാഫുകളുടെ ഇടയിലുള്ള ഇഷ്യൂസുകളാണ്, അല്ലെങ്കിൽ സ്റ്റാഫും എംപ്ലോയറും തമ്മിലുള്ള ഇഷ്യൂസുകളാണ് കൂടുതൽ കമ്പനികളുടെയും ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ടേൺ ഓവറിനെ ബാധിക്കാറ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ അത് ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് 1, 2, 3 വീഡിയോയിലൂടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്ന നേരത്ത് എംപ്ലോയറും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ ആ എംപ്ലോയിയെ ഏത് പൊസിഷനിലേക്കാണ് ഹയർ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തിന്റെ KPI റിപ്പോർട്ടിംഗ്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, മന്ത്ലി റിപ്പോർട്ടിംഗ്, ക്വാർട്ടർലി റിപ്പോർട്ടിംഗ്, ഇയർലി റിപ്പോർട്ടിംഗ്, ഹാഫ് ഇയർ റിപ്പോർട്ടിംഗ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിക്കും എംപ്ലോയർക്കും ക്ലിയർ ആയിരിക്കണം. എന്തെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷന്റെ അണ്ടറിൽ വരും, ഏതെല്ലാം ഏരിയയിലാണ് ജോലി ചെയ്യേണ്ടത്, ഏത് ഡെസിഗ്നേഷനിലാണ് ജോലി ചെയ്യേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും. മാത്രമല്ല, ഒരു മൈൽ സ്റ്റോൺ, നിങ്ങൾ ഒരു 2 ഇയർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്, നിങ്ങൾ മന്ത്ലി എനിക്ക് തരേണ്ട ഡാറ്റകൾ എന്താണ്, റിപ്പോർട്ടുകൾ എന്താണ് എന്നെല്ലാം വ്യക്തമായി എംപ്ലോയിയും തമ്മിൽ പൂർണ്ണമായ ധാരണ ഉണ്ടായിരിക്കണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വർക്കിംഗ് ഹവേഴ്സ്. എത്ര ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്? മാൻഡേറ്ററി ആയി ഓരോ രാജ്യത്ത്, GCCയെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തിലും പ്രത്യേക നിയമങ്ങളുണ്ട്. അവിടുത്തെ വർക്ക് ലോ അല്ലെങ്കിൽ ലേബർ ലോ പ്രകാരം വർക്കിംഗ് ഹവേഴ്സ്, റിക്വയർഡ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് നിർബന്ധമായിട്ടും എംപ്ലോയിയുമായി ഡിസ്കസ് ചെയ്ത് ഒരു മ്യൂച്വൽ ധാരണയിൽ എത്തണം. അതുപോലെ തന്നെ എത്ര ദിവസമാണ് ഓഫ് കൊടുക്കുന്നത്? ഫ്രൈഡേ, സാറ്റർഡേ, ഓർ സാറ്റർഡേ, സൺഡേ, അല്ലെങ്കിൽ 1 ഡേ. ഈവൻ ആസ് പെർ ദ ലോ ആണെങ്കിലും ആസ് പെർ ലോ അല്ലാതെയാണെങ്കിലും രണ്ടുപേരും തമ്മിൽ മ്യൂച്വലായി ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇൻ കേസ് അനുവദിച്ച 48 hours per week അങ്ങനെയാണെങ്കിൽ, അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ ഉണ്ടോ ഇല്ലേ? കോമ്പൻസേഷൻ തന്നെ ടൈം ബാക്ക് ആയിട്ടാണോ കൊടുക്കുന്നത്, അതല്ല പേയ്മെന്റ് ആയിട്ടാണോ കൊടുക്കുന്നത്? അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ, അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റെമ്യൂണറേഷൻ, അതിന്റെ ഓവർ ടൈം കാൽക്കുലേഷൻ എങ്ങനെയാണ്? ഇത്തരം കാര്യങ്ങളെല്ലാം ആ എംപ്ലോയിയുടെ വർക്കിംഗ് ഹവേഴ്സ്, ലീവുകൾ തന്നെ പലതരത്തിലുള്ള ലീവുകളുണ്ട്. ആനുവൽ ലീവ് എത്ര ദിവസമാണ്, എപ്പോഴാണ് എൻടൈറ്റിൽമെന്റ് ആവുക, അഡ്വാൻസ് ആയിട്ട് ലീവ് എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ സിക്ക് ലീവ് എടുക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ എമർജൻസി ലീവ്, കൊമ്പാഷനേറ്റ് ലീവ്, ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ CME ലീവ്, അതുപോലെ തന്നെ പെറ്റേണിറ്റി, മെറ്റേണിറ്റി ലീവ്, ഇത്തരം ലീവുകളെ കുറിച്ചൊക്കെ മ്യൂച്വൽ ധാരണയിൽ എത്തുകയും, അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡിൽ ലീവ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ, എടുത്തു കഴിഞ്ഞാൽ അത് അൺപെയ്ഡ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡിഡക്ട് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണോ, ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു എംപ്ലോയർ തമ്മിൽ പൂർണ്ണമായ ഒരു ധാരണയിൽ എത്തിയിട്ടായിരിക്കണം ജോബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത സബ്ജക്റ്റുകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.